എറണാകുളത്തെ ഒരു പ്രസിദ്ധ കലാസാംസ്കാരിക സ്ഥാപനത്തിലെ ചിത്രരചനാ ക്ലാസ്സാണ് രംഗം. മേശപ്പുറത്ത് അടുക്കി വെച്ച പൂപ്പാത്രത്തിലെ പഴങ്ങളും പിന്നിൽ കേർട്ടൻ പോലെ ഇട്ട തുണിയുടെ ചുരുക്കുകളുമൊക്കെ നോക്കി തങ്ങളുടെ ക്യാൻവാസുകളിലേക്ക് പകർത്തുകയാണ് വിവിധ പ്രായത്തിലുള്ള പഠിതാക്കൾ. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പഠിതാവ് 5 വയസ്സുകാരൻ ബാലു പെട്ടെന്ന് തൻ്റെ കയ്യിൽ വന്നിരുന്ന കൊതുകിനെ ആഞ്ഞടിച്ചു. അകാലചരമം അടഞ്ഞ കൊതുകിൻ്റെ ശരീരം ക്യാൻവാസിൻ്റെ ഒരു മൂലയിൽ വെച്ച് അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു അവൻ. അത് ശ്രദ്ധിച്ച മാസ്റ്റർ പറഞ്ഞു, എടാ എടാ, ഞാൻ വളർത്തുന്ന കൊതുകിനെ നീ കൊന്നോ? കുട്ടി വിളറിപ്പോയി. അപരാധിയെപ്പോലെ അവൻ ഇരിക്കുന്നത് കണ്ട് സ്ഥാപനത്തിലെ ചില അന്തേവാസികൾക്ക് രസം കയറി. അവർ കുഞ്ഞു ബാലുവിനെ കുരിശിലേറ്റാൻ തുടങ്ങി. എടാ, നീ ചെയ്തത് വലിയ തെറ്റാ. കൊതുകിനെ കൊന്നില്ലേ? ഇത് കൊലപാതകമല്ലേ? ഇപ്പോൾ പോലീസ് വരും, നോക്കിക്കോ, നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കുറേ നേരം കുഞ്ഞി കണ്ണുകൾ മിഴിച്ച് അന്തരീക്ഷത്തിലേക്ക് നോക്കി വ്യഥ പൂണ്ടിരുന്നിട്ട് കുഞ്ഞു ബാലു ആത്മകഥം പോലെ ചോദിച്ചു, കൊതുകിൻ്റെ പോലീസോ? ചിത്രം വരക്കാരുടെ ശ്രദ്ധയെല്ലാം പതറിപ്പോയി. അവിടെ തട്ടുപൊളിക്കുന്ന കൂട്ടച്ചിരി മുഴങ്ങി. കൊതുകിൻ്റെ പോലീസ്, എന്തൊരു രസികൻ സങ്കല്പം! കേൾവിക്കാരുടെ ഭാവന അണ പൊട്ടിയൊഴുകാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, അതെ, കൊതുകിൻ്റെ പോലീസ് കൊതുകിൻ്റെ ജീപ്പിൽ കയറി വരും, നിന്നെ അറസ്റ്റ് ചെയ്ത് കൊതുകിൻ്റെ കോടതിയിൽ ഹാജരാക്കും, എന്നിട്ട് കൊതുകിൻ്റെ ജയിലിലിടും. മറ്റൊരാൾ കാട് കയറി, ജയിലിൽ ചോരയാണ് ഭക്ഷണം, 3 നേരവും ചോര. ശിക്ഷ എങ്ങനെയാണെന്നറിയാമോ? കൊതുക് കടി. ദേഹം മുഴുവനും ആയിരക്കണക്കിന് കൊതുകുകൾ കയറിയിരുന്ന് കുത്തും. നിനക്കൊന്നിനെയും അടിച്ചു കൊല്ലാനൊന്നും പറ്റില്ല. കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കും. കുഞ്ഞു ബാലുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ പാപം തോന്നിയിട്ട് മാസ്റ്റർ എല്ലാവരെയും ഓടിച്ചു വിട്ടു. എല്ലാവരും പോയിരുന്ന് വരച്ചു തീർക്കിൻ. ബാലു ഏറെ നേരം മിഴിച്ചു നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരിയും സങ്കടവും ഒന്നിച്ചു വന്നു. എത്ര വിചിത്ര സങ്കല്പ മനോഹര ലോകമാണ് കുട്ടികളുടേത്. മുതിർന്നവരെയും ആ ലോകത്തിലേക്ക് ആനയിക്കാൻ അവരുടെ വാക്കുകൾക്ക് സാധിക്കുന്നു. ക്രൂരതാരുണ്യം വന്നത് എന്തിനൻ ബാല്യത്തിൻ്റെ ദൂരദർശിനി തട്ടിപ്പറിപ്പാനായി എന്ന ജിയുടെ വരികൾ ഓർത്തുകൊണ്ട് ഞാനും ഏറെ നേരം ഇരുന്നു പോയി. കുട്ടികൾ പലപ്പോഴും നുണക്കഥകൾ പറയുമ്പോഴും വീരസ്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും മുതിർന്നവർ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്യും. അത് ചെയ്യരുത്. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. അവർ അത്തരം സങ്കല്പ കഥകൾ പറഞ്ഞോട്ടെ. അവരിൽ ചിലർ വിശ്വമഹാസാഹിത്യകാരന്മാരും സാഹിത്യകാരികളുമായി വളരുകയില്ലെന്ന് ആരറിഞ്ഞു?